അപ്പോൾ എല്ലാവർക്കും ഹായ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്ന ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ്. ഇന്ന് ആഗസ്റ്റ് 15 അല്ലേ. എല്ലാവർക്കും സ്വാതന്ത്ര്യദിനാശംസകൾ. അപ്പോൾ നമ്മളിത് ത്രിവർണ്ണത്തിലുള്ള ദോശയും ഇഡ്ഡലിയുമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മളിതിൽ കളർ പൊടിയോ എസൻസോ ഒന്നും ചേർത്തിട്ടില്ല. പിന്നെ നമ്മൾ എന്താ ഉപയോഗിച്ചിരിക്കുന്നതെന്ന് ഒന്ന് നോക്കിയിട്ട് വരാം. പച്ച കളറിന് വേണ്ടി നമ്മൾ കുറച്ച് തുളസി ഇലയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് കഴുകിയിട്ട് ഇലകളൊക്കെ നുള്ളിയെടുക്കാം. അപ്പോൾ നമ്മൾ തുളസി ഇലയെല്ലാം നുള്ളിയെടുത്തു. നമ്മളിനി ഓറഞ്ച് കളറിന് വേണ്ടിയിട്ട് ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് അരച്ചെടുത്തിട്ട് വന്നിട്ട് കാണാം. നമ്മൾ ക്യാരറ്റും തുളസി ഇല അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾക്ക് മാവൊഴിച്ച് കൊടുക്കാം. ഇനി ഇത് നമ്മൾ നന്നായി ഇളക്കി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതേ നമുക്ക് ഓറഞ്ചും വെള്ള നിറവും പച്ച നിറവും എല്ലാം ഇവിടെ റെഡിയായി. ഇനി നമുക്ക് ഇഡലി തട്ടിലേക്ക് കുറച്ച് നെയ്യ് തൂവി കൊടുക്കാം. ഇനി നമുക്ക് ഓരോ കുഴിയിലേക്കും ഓരോ തരം മാവ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് നമുക്ക് നേരെ കൊണ്ടുപോയിട്ട് അടുപ്പിൽ വയ്ക്കാം. നല്ല ആവിയും പുകയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മളതൊന്ന് തുറന്ന് നോക്കുന്നുണ്ട്. ഇഡലി വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഇറക്കി വയ്ക്കുകയാണ്. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാം. അപ്പോൾ നമ്മുടെ ത്രിവർണ്ണത്തിലുള്ള ദോശ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. നമ്മൾ ഇഡ്ഡലി കൂടി ഇതിലേക്ക് എടുത്ത് വയ്ക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നാച്ചുറൽ കളർ വെച്ചിട്ടുള്ള ഇഡലിയും ദോശയും ഇവിടെ റെഡിയായി. എല്ലാവർക്കും ഒന്നുകൂടി സ്വാതന്ത്ര്യദിനാശംസകൾ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഓക്കെ, ബൈ.